നമ്മളോടൊപ്പം ഉള്ളത് സംഗീതത്തിന്റെ വിവിധ തലങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച മറ്റാരുമല്ല ജോത്സ്ന. വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. ഓൺ കോമ്പോസിഷൻസ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മലയാളം ഇൻഡസ്ട്രി, സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഇൻഡസ്ട്രി എപ്പോഴും സിനിമയുമായിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന, ഒന്നിന് ഒന്നില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു ബോണ്ട് ഉണ്ട്. ഒരു ഇൻഡിപെൻഡന്റ് ഇൻഡസ്ട്രി അല്ല. അപ്പൊ അവിടെ ഈ ആൽബംസ്, ഓൺ കോമ്പോസിഷൻ, സിംഗിൾസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന്റെ ഒരു എന്താണ് ജോത്സ്ന എന്ന സിംഗറിലൂടെ അത് പറയുമ്പോൾ നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സിംഗേഴ്സ് സിനിമയിൽ പാടുക എന്നുള്ളത് മാത്രമല്ല, അവരുടേതായിട്ടുള്ള ഒരു ജോണർ ഉണ്ടാക്കി അവരുടെ പാട്ടുകൾ സിംഗർ സോങ് റൈറ്റർ എന്ന് പറയില്ലേ, ആ ഒരു ലേബിളിലേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു സിംഗറിന് ഒരിക്കലും ഇന്നത്തെ കാലത്ത് നമ്മൾ അസ്പയർ ചെയ്യുന്നത് ഒരു സിനിമയിൽ പാടുക എന്നുള്ളതാവുന്നതിനേക്കാളും നമുക്ക് സ്വന്തം ഒരു മ്യൂസിഷ്യനായിട്ട് എങ്ങനെ അറിയപ്പെടാം എന്നുള്ളത്, നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരിക്കണം. എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവ് ജോത്സ്ന ചേച്ചി എടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. അതിലോട്ട് പോകുന്നതിന് മുമ്പായി ഗെയിം. എന്താണ് ഗെയിം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു കടം ബാക്കിയുണ്ട്. ഓർമ്മയുണ്ടോ? പണ്ടൊരു ഗെയിമിൽ തോറ്റിട്ട് നമ്മളൊരു ശിക്ഷ തരാമെന്ന് പറഞ്ഞു. 5 ചോദ്യം ചോദിച്ചതില് ഒരെണ്ണം തെറ്റിച്ചു, അത് തോറ്റു. ഞാൻ എത്രത്തോളം പ്രാർത്ഥിച്ചു എന്നറിയാം ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയരുതേ. അത് തോൽവിയായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. സിമ്പിൾ ആണ്, തവളച്ചാട്ടം. അത് ഏകദേശം കുറച്ചുകൂടി ഡാർക്കും കൂടെ പറ്റിയ ഡ്രസ്സുമാണ്. പറന്നൊക്കെ നല്ലതായിരിക്കും. തവളച്ചാട്ടം എന്നല്ല, ചുമ്മാ പറഞ്ഞതാണ്. ഇന്ന് നമ്മുടെ വേദിയെ ധന്യമാക്കാൻ എത്തിയിരിക്കുന്നത് സംഗീതജ്ഞയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം ആശ അജയ്. വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. നമസ്കാരം. നൈജീരിയയിൽ സെറ്റിൽഡോ? എങ്ങനെ? ഞങ്ങൾ 22 years ആയിട്ട് നൈജീരിയയിലാണ്. ഇവിടെ എല്ലാ 3 months ലീവില് ഹസ്ബൻഡിന് ലീവ് ഉണ്ട്, അപ്പം അങ്ങനെ വരും. ഇപ്പം കോവിഡ് ആയപ്പം ഞാൻ കുറച്ച് നാൾ ഇവിടെ സ്റ്റക്കായി പോയെന്ന് പറയാം. അതിൽ വിഷമിക്കുന്നോ സന്തോഷിക്കുന്നോ? ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. കാരണം ഞാൻ കുറേ നാൾക്ക് ശേഷം പാട്ടൊക്കെ പൊടി തട്ടിയെടുത്ത് കുറച്ച് കവർ സോങ്സും 1-2 മ്യൂസിക് വീഡിയോ ഒക്കെ മ്യൂസിക് ചെയ്ത് പാടി. ആദ്യം പാടിയത് ഒരു കവിതയിലാണ് തുടങ്ങിയത്. കോവിഡുമായിട്ട് കണക്റ്റഡായിട്ട് സന്ധ്യ IPS എഴുതിയ ഒരു കവിത മാഡം ചോദിച്ചിട്ട് ഞാൻ ട്യൂൺ ചെയ്ത് ആദ്യമായിട്ട് അതാണ് പാടിയത്. അതായത് നമ്മളൊക്കെ പാട്ട് പാടുന്നുണ്ടെങ്കിലും സംഗീതത്തെ പറ്റിയിട്ട്, അതായത് സംഗീതത്തിൽ BA MA MPhil ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. അയ്യോ അല്ലേ? അത് ചെറിയ കാര്യമല്ലത്. എന്തുകൊണ്ടാണ് അതിൽ ഇത്രയും പഠിക്കണം എന്നുള്ളത്? അത് ആരാണ് ആ ഒരു ഇൻസ്പിറേഷൻ തന്നത്? കൊച്ചിലെ പാടുമായിരുന്നു. അപ്പോൾ പാടുന്ന സമയത്ത് എൻ്റെ കുഞ്ഞമ്മ മ്യൂസിക് കോളേജിലെ പ്രൊഫസറായിരുന്നു. അപ്പോൾ അങ്ങനെ പാടുന്ന കണ്ടപ്പോൾ ലൈറ്റ് മ്യൂസിക് ലെസൺസ് ഉണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ, അത് കേട്ട് പാടി തുടങ്ങി. അപ്പം കുഞ്ഞമ്മ പഠിപ്പിക്കാൻ തുടങ്ങി, അങ്ങനെ പാടും എന്ന് കണ്ടപ്പം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആകാശവാണിയിൽ മിനി കോറിൽ പാടാൻ തുടങ്ങി. ഞാൻ ആ ഉള്ള സമയത്ത് ചിത്ര ചേച്ചിയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പാടിക്കഴിഞ്ഞ് അവിടെ ഓഡീഷൻ്റായി. അങ്ങനെ ഞാനിപ്പോൾ ലൈറ്റ് മ്യൂസിക്കിനും ഭജനിലും ഓഡീഷൻ്റാണ്. അവിടെ പ്രോഗ്രാംസ് വരുമ്പം പാടാറുണ്ട്. ഇപ്പോൾ കുറച്ച് പ്രോഗ്രാംസ് കുറവാണ്. പിന്നെ കൂടുതലും ഞങ്ങൾ ആകാശവാണി ഗായക സംഘം ദൂരദർശനിൽ ഞങ്ങളുടെ മുഖങ്ങളാണ് സ്ഥിരം വന്നിരുന്ന കൂട്ടത്തിൽ. ആ മുഖങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ മുഖവും ഉണ്ടായിരുന്നു. നൈജീരിയയിലായിരുന്നപ്പോൾ പാട്ട് പെർസ്യൂ ചെയ്യുമായിരുന്നോ? അവിടെ കേരള സമാജത്തിന്റെ എല്ലാ പ്രോഗ്രാംസിനും എല്ലാം പാടുമായിരുന്നു. പിന്നെ ലൈറ്റ് മ്യൂസിക് കുറെ പാടിയിട്ടുണ്ട്. ലൈറ്റ് മ്യൂസിക് ലെസൺ പഠിച്ചിട്ടുണ്ട്. MG ദാശൻ സാറാണ് ആദ്യമായിട്ട് സ്റ്റുഡിയോയിലേക്ക് എന്നെ കയറ്റിക്കൊണ്ടുപോയി പാടിക്കുന്നതും. കുറെ ട്രാക്ക് ചിത്ര ചേച്ചിക്ക് വേണ്ടി തന്നെ ഞാൻ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്തായാലും പെർഫോമൻസ് ഉണ്ടാവും എങ്കിലും ഒരു ഓൺ കോമ്പോസിഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന്റെ ഒരു 2 വരി കേൾക്കാനാണ്. മഞ്ചലിൽ എന്നുമെന്നും ഉറങ്ങുവാനെന്നെ അനുവദിക്കൂ, നിൻരാഗ മഞ്ചലിൽ എന്നുമെന്നും ഉറങ്ങുവാൻ അനുവദിക്കൂ.
എന്തെങ്കിലും നമ്മുടെ കരിയർ എടുക്കുമ്പോൾ എന്തെങ്കിലും ബ്രേക്ക് അങ്ങനെ എല്ലാം വന്നിട്ടുണ്ടോ? ചിലപ്പം വിവാഹം അതൊരു ബ്രേക്ക് എടുക്കും, അല്ലെങ്കിൽ കുട്ടികൾ വരുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കും. അതൊക്കെ താണ്ടി പോയ വ്യക്തിയാണ് എങ്കിലും അങ്ങനെ എന്തെങ്കിലും? ഞാൻ MA കഴിഞ്ഞോടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഞാൻ ഹൈദരാബാദിലായിരുന്നു. അപ്പം അവിടെയായിരുന്നു കുറേ നാൾ. അപ്പം ആ സമയത്ത് പിന്നെ മോളായി. അതൊരു വലിയ ബ്രേക്ക് തന്നെയായിരുന്നു. ആ സമയത്ത് പാട്ടും അതൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നൈജീരിയയിൽ എത്തിയതിന് ശേഷമാണ് വീണ്ടും ഒരു മോള് വളർന്നതിന് ശേഷം മോളുടെ കല്യാണം കഴിഞ്ഞു. അപ്പം ഇപ്പം ഞാൻ ശരിക്കും നല്ലോണം ഫ്രീ ആണ്. ഇപ്പോഴാണ് ഫ്രീ ആയത്. കോളേജിലൊക്കെ ആയപ്പോഴേക്കും നല്ലോണം സമയം പറയും ലൈഫ് സ്റ്റാർട്ട്സ് അറ്റ് 40 എന്നൊക്കെ പറയും ചില ആൾക്കാരുടെ. യൂഷ്വലി പറയാറുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും അവിടെ എത്തുമ്പോഴത്തേക്കോ ഇനി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സ്ഥലത്താണ് ചിലർക്ക് തുടങ്ങുന്നത് ജീവിതം. എന്തായാലും നമുക്ക് നല്ലൊരു പെർഫോമൻസിലോട്ട് പോവാം അല്ലേ?
ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരും ഈ ഒരു പാട്ടിനോടൊപ്പം ഇതൊരു പാടുവാണെന്ന് റെക്കോർഡൊക്കെ ഇട്ട് പോകുന്ന പോലെ ആ ഒരു ഫ്രീ സിംഗിങ് ഭയങ്കര ഫീലായിരുന്നു. ആശിച്ചിട്ട് പാട്ട് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. ശബ്ദം ഇപ്പോഴും നല്ല കിളിനാദം പോലത്തെ ശബ്ദം. എന്തൊരു സുഖായിരുന്നു അറിയോ ചേച്ചി കേൾക്കാനായിട്ട്. ശരിക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. കാരണം സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമും കൂടിയാണ് റെഡ് കാർപ്പറ്റ്. അപ്പോൾ പലരും പല ടാലൻസും വീട്ടിലിങ്ങനെ ഒളിഞ്ഞിരിക്കുവാണ്, എൻ്റെ മക്കളൊന്ന് വലുതാവട്ടെ. എന്തായാലും അതിനൊന്ന് വെയിറ്റ് ചെയ്യില്ല, കണ്ടില്ലേ ഇങ്ങനത്തെ ടാലൻസ്, നമ്മളിവിടെ റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വേദിയും ഒരുക്കിക്കൊണ്ട്. സോ ഇതൊരു ഇൻസ്പിറേഷൻ ആകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ റെഡ് കാർപ്പറ്റിൻ്റെ ഒരു സ്നേഹോപഹാരം ചേച്ചിക്ക് വേണ്ടിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ദൃശ്യാനുഭവങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Till then, it's bye from the all team of Red Carpet.